കാസർഗോഡ് ജില്ലയിൽ നവകേരള സദസ്സ് പൂർത്തിയായി ഒരു മാസം കഴിഞ്ഞിട്ടും വരവ് ചെലവ് കണക്കുകളെക്കുറിച്ച് ഒരു വിവരവുമില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങളോടാണ് കാസർഗോഡ് ജില്ലാ ഭരണകൂടം കൈമലർത്തി കളഞ്ഞത്. തദ്ദേശ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ നൽകിയ പണത്തിൻ്റെ കണക്ക് ലഭ്യമല്ല എന്നാണ് മറുപടി. അരുൺ പൂപ്പറമ്പ് ചേരുന്നു കാസർഗോഡ് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു മാസമായി ഒന്നിനും കണക്കില്ല, ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ ഒന്നിനും കണക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ ഉയർന്ന വിമർശനം, ഈ പരിപാടിക്കെതിരെ ഉയർന്ന വിമർശനം, ഇത് വലിയ ദൂർത്താണ്, അതോടൊപ്പം തന്നെ ഇതൊരു അധിക ചിലവാണെന്നുൾപ്പെടെയുള്ള വിമർശനം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ആ ഘട്ടത്തിലൊക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് ഇത് സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു പണം പോലും നഷ്ടമാകുന്നില്ല, എന്നാൽ ഇതിൻ്റെ മറ്റ് സ്പോൺസർഷിപ്പ്, അതിൻ്റെ പണപ്പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുതാര്യമായിരിക്കും, ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം സുതാര്യമായിരിക്കുമെന്ന ഒരു മറുപടിയാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ നവകേരള സദസ്സിലെ കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയായി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരാവകാശ ചോദ്യങ്ങൾക്കാണ് ജില്ലാ ഭരണകൂടം ഇതിന്റെ രേഖകളൊന്നും ലഭ്യമല്ല എന്ന മറുപടി നൽകിയത്. അതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ വരവ് ചെലവ് കണക്കിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിച്ചത്. എന്നാൽ ഈ വരവ് ചെലവ് കണക്കിന്റെ വിവരങ്ങൾ ജില്ലാ ഭരണ കേന്ദ്രത്തിൽ ലഭ്യമല്ല എന്ന് തന്നെയാണ് മറുപടി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പണപ്പിരിവ് നടന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതിന്റെ പണപ്പിരിവ് നടന്നത്. മറ്റൊന്ന്, ഈ സ്വകാര്യ വ്യക്തികളിൽ നിന്നും അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന സ്പോൺസർഷിപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് എത്ര പണം പിരിച്ചു, കാസർഗോഡ് ജില്ലയിൽ എത്ര പണം പിരിച്ചു, ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഈ സ്പോൺസർഷിപ്പ് വകയും എത്ര പണം പിരിച്ചു എന്ന ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമല്ല, രേഖകൾ ലഭ്യമല്ല എന്ന മറുപടിയാണ് ജില്ലാ ഭരണകൂടം നൽകിയത്. മറ്റൊന്ന്, ജില്ലയിലെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര പണം പിരിച്ചു എന്ന ചോദ്യമുണ്ട്. അതിനും കൃത്യമായ വിവരം ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിലില്ല. അതോടൊപ്പം ഈ ടെൻഡർ, അതായത് ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ടെൻഡറുകൾ ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ വിവരങ്ങളുണ്ടോ എന്ന ചോദ്യമുണ്ട്. അതിനും ഇല്ല, അതിന്റെ രേഖകളും ലഭ്യമല്ല എന്ന മറുപടിയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. അതിനും കൃത്യമായ മറുപടി നൽകാൻ ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ കൃത്യമായ രേഖകളോ വിവരങ്ങളോ ഇല്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു സംഘാടകരാണ് ജില്ലാ ഭരണകൂടം. അവരുടെ കയ്യിൽ ഇത്തരത്തിൽ ഒരു മാസം കഴിഞ്ഞിട്ടും ഇതിലൊരു വ്യക്തതയില്ല, കൃത്യതയില്ല എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായി സർക്കാർ മറുപടി പറയേണ്ടതാണ്. ഇത് കൂടുതൽ സുതാര്യമായി മുന്നോട്ട് പോകേണ്ടതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആരാണ് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ നൽകുക എന്നതാണ് ഇനി നമ്മൾ കാണേണ്ടത്. SK.